വയനാട് മണ്ഡലം നിലനിർത്തുമെന്ന സൂചന നൽകി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാടുമായി ദീർഘകാല ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മുന്നിൽ മോദിയെപ്പോലെ കള്ളം പറയില്ലെന്നും നിങ്ങളുടെ മകനായും സഹോദരനായും ഒപ്പമുണ്ടാകുമെന്നും തിരുവമ്പാടിയിലെ പൊതുപരിപാടിയിൽ രാഹുൽ പറഞ്ഞു. നേരത്തെ സുൽത്താൻ ബത്തേരിയിലും രാഹുൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. I want to have a lifelong relationship with you. I want the sisters of Wayanad to say, he is like my brother. And that type of relationship cannot be built on lies. And I don't want to have a relationship of a couple of months with you. കെ.ആർ. സാജു വിവരങ്ങൾ നൽകും. സാജു, രണ്ടിടത്തും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ. അതായത് ഇത് നൽകുന്ന സൂചന വയനാട് അദ്ദേഹം നിലനിർത്തും, ജയിച്ചാലും വയനാട്ടിൽ രാജിവെക്കില്ല, ഇവിടുത്തെ എം പി ആയി തന്നെ തുടരും എന്ന സൂചനയായി ഇത് വായിച്ചെടുക്കാമോ? സായികുമാർ, തീർച്ചയായും അങ്ങനെ ഒരു വായന നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇടത് മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണങ്ങളിൽ ഒന്ന് രാഹുൽ ഗാന്ധി ജയിച്ചു കഴിഞ്ഞാലും അമേത്തി നിലനിർത്തിക്കൊണ്ട് ഇവിടുന്ന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ രാജിവെച്ചുകൊണ്ട് പോകും എന്നുള്ളതാണ്. എന്നാൽ അതിൽ മറ്റൊരു രീതിയിൽ വരികൾക്കിടയിലൂടെ രാഹുൽ ഗാന്ധി അതിന് മറുപടി പറയുന്നു എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. ഞാൻ വയനാടുമായി ദീർഘകാലത്തിലുള്ള ഒരു ആത്മബന്ധം ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെന്നെ മകനെ പോലെയും സഹോദരനെ പോലെയും കാണാം. അത്തരത്തിൽ ഒരു ആഴമേറിയ ബന്ധമാണ് തനിക്ക് വേണ്ടത് എന്നാണ് രാഹുൽ ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നത് ഇന്നത്തെ പ്രചരണ പരിപാടികളിൽ ഉടനീളം. ഇതിൽ നിന്ന് തന്നെ രാഹുൽ ചില സൂചനകൾ നൽകുന്നു എന്നുള്ളതാണ്. വയനാടിനെ അങ്ങനെ കൈവിടില്ല താൻ ജയിച്ചു കഴിഞ്ഞാൽ എന്ന ഒരു സൂചന കൂടിയാണ് നൽകുന്നത്. ഒപ്പം ഇന്നത്തെ പ്രചരണ പരിപാടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും വയനാട്ടിലെ ഓരോ പ്രശ്നങ്ങളും രാഹുൽ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് കൂട്ടായി പരിഹാരം കാണാൻ കഴിയും എന്ന് പറയുന്നു. ഒപ്പം വയനാട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ എടുത്തു പറയുന്നു. ഒപ്പം തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് ഇനി ഒരു കർഷകനും കടക്കണിയുടെ പേരിൽ ജയിലിൽ പോകേണ്ട സാഹചര്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉണ്ടാവില്ല എന്ന ഉറപ്പുകൂടി രാഹുൽ നൽകിയിട്ടുണ്ട്. താൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ വെച്ച് തന്നെ അത്തരത്തിൽ ഒരു നിയമനിർമ്മാണം കോൺഗ്രസ് UPA അധികാരത്തിലേക്ക് എത്തിയാൽ നടത്തുമെന്ന പ്രഖ്യാപനവും രാഹുൽ ഇന്ന് വയനാട്ടിലെ വിവിധ പര്യടന പരിപാടികളിൽ എല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് ശേഷം തിരുവമ്പാടിയിലായിരുന്നു ആദ്യത്തെ പ്രചരണ പരിപാടി. ഇങ്ങോട്ടെത്തുമ്പോഴേക്കും ബത്തേരിയിൽ നിന്നും IAS ലഭിച്ച ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ശ്രീധന്യ സുരേഷിനൊപ്പം ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ച ശേഷമായിരുന്നു രാഹുൽ ഗാന്ധി എത്തിയത്. തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ ഉടനീളം വയനാടിന്റെ പ്രതീകമായി, വയനാടുകാരുടെ ഇച്ഛാശക്തിയുടെയൊക്കെ പ്രതീകമായി രാഹുൽ ശ്രീധന്യ സുരേഷിനെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ശ്രീധന്യ സുരേഷിന്റെ മാതാപിതാക്കൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ശ്രീധന്യ സുരേഷ് പഠിച്ചതെന്ന് തന്നോട് പറഞ്ഞു എന്ന് രാഹുൽ പറയുന്നു. തുടർന്ന് തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തിന് അപമാനമാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്കുള്ള മറുപടിയാണ് ഇത് എന്നുകൂടി പറഞ്ഞു. അത്തരത്തിൽ ആണ് രാഹുൽ ഗാന്ധിയുടെ പര്യടനം പുരോഗമിക്കുന്നത്. കെ.ആർ. സാജു ആണ് വിവരങ്ങൾ നൽകിയത്.